ജമാഅത്തെ ഇസ്ലാമി ഭരണഘടനയിലെ ഭാഗം 2 ജമാഅത്തിലെ അംഗത്വത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നതാണ്. ഗണ്ണിക 6 മുതൽ തുടങ്ങി ഗണ്ണിക 9 വരെ ആണ് ജമാഅത്ത് അംഗത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭരണഘടനയിൽ വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ ഗണ്ണിക 6-ൽ ജമാഅത്ത് അംഗത്വത്തിനുള്ള നിബന്ധനകളെക്കുറിച്ചാണ് പറയുന്നത്. ആ നിബന്ധനകളുടെ 4 പോയിന്റുകളായിട്ടാണ് ആ നിബന്ധനകൾ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ആമുഖമായി രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം, സ്ത്രീ പുരുഷ വ്യത്യാസമോ വംശ സമുദായ ഭേദമോ കൂടാതെ ഇന്ത്യൻ യൂണിയനിലെ ഏത് പൗരനും താഴെ വിവരിക്കുന്ന നിബന്ധനകളോടുകൂടി ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൽ അംഗമാകാവുന്നതാണ് എന്ന കാര്യമാണ്. ഇതാണ് അതിൻ്റെ ആമുഖം. തുടർന്ന് 4 നിബന്ധനകളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ ആകത്തുക ജമാഅത്ത് ഭരണഘടന ഗ്രഹിച്ച ശേഷം ഈ ഭരണഘടനയും തദനുസൃതമായ പാർട്ടി വ്യവസ്ഥയും അനുസരിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. ഇതാണ് 4 നിബന്ധനകളിൽ 4ാമത്തെ നിബന്ധനയായി പറഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് ഈ 4ാമത്തെ നിബന്ധന പറയുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള 3 നിബന്ധനകൾ യഥാർത്ഥത്തിൽ ഈ ഒരു പോയിന്റിൽ ഉൾച്ചേരുന്നതാണ്. പക്ഷേ ആ 3 നിബന്ധനകളുടെ സവിശേഷ സ്വഭാവം കൊണ്ട് അത് പ്രത്യേകമായിട്ട് തന്നെ തുടക്കത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഒന്നാമത്തത് സ്വാഭാവികമായിട്ടും ഭരണഘടനയിൽ ഗണ്ണിക 3-ൽ പരാമർശിച്ചത് പ്രകാരം ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന ആദർശം അതിൻ്റെ വിശദീകരണ സഹിതം ഗ്രഹിച്ച ശേഷം അതുതന്നെയാണ് തൻ്റെ ആദർശമെന്ന് സാക്ഷ്യം വഹിക്കുക. ഇതാണ് ഒരാൾ ജമാഅത്തിൽ അംഗത്വം ലഭിക്കാനുള്ള ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തത് സ്വാഭാവികമായും ഗണ്ണിക 4-ൽ പറഞ്ഞത് പ്രകാരം ജമാഅത്തിൻ്റെ ലക്ഷ്യം അതിൻ്റെ വിശദീകരണ സഹിതം ഗ്രഹിക്കുകയും അതുതന്നെയാണ് തൻ്റെ ലക്ഷ്യമെന്ന് സമ്മതിച്ച് പറയുകയും ചെയ്യുക. മൂന്നാമത്തെ കാര്യം ഗണ്ണിക 5-ൽ വിശദീകരിച്ചത് പ്രകാരം ജമാഅത്തിൻ്റെ പ്രവർത്തന മാർഗം അനുസരിച്ചു കൊള്ളാമെന്ന് സമ്മതിച്ച് പറയുക. ഈ നിബന്ധനകൾ പാലിച്ചാൽ ഇന്ത്യൻ യൂണിയനിലുള്ള സ്ത്രീ പുരുഷ ഭേദമന്യേ വംശ സമുദായ ഭേദമന്യേ ആർക്കും ജമാഅത്തെ ഇസ്ലാമിയിൽ അംഗത്വത്തിന് അപേക്ഷിക്കാവുന്നതാണ് എന്നതാണ് നിബന്ധനകളുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിട്ടുള്ളത്. ഗണ്ണിക 7-ൽ ജമാഅത്തെ ഇസ്ലാമിൽ അംഗമായി പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നിടത്ത് അംഗത്വ നിബന്ധനകൾ ഒരാൾ പാലിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാൾ അംഗത്വത്തിനുള്ള അപേക്ഷ ജമാഅത്ത് അമീറിന് മുമ്പിൽ സമർപ്പിക്കുകയും ജമാഅത്ത് അമീർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജമാഅത്തിൻ്റെ കേന്ദ്ര അമീറാണ്. കേന്ദ്ര അമീർ ആ അപേക്ഷ അംഗീകരിക്കുന്നതോടുകൂടി അയാൾ ജമാഅത്തിൻ്റെ അംഗമായി കണക്കാക്കപ്പെടുകയും ചെയ്യും എന്നതാണ്. ഇങ്ങനെ ഒരാൾ ജമാഅത്തിൻ്റെ അംഗമായി വന്നു കഴിഞ്ഞാൽ അയാളുടെ മേൽ വന്നു ചേരുന്ന ഉത്തരവാദിത്തങ്ങളാണ് ഗണ്ണിക 8-ൽ വിശദീകരിച്ചിട്ടുള്ളത്. ഓരോ ജമാഅത്ത് അംഗത്തിനും താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായിരിക്കും. അയാളുടെ മേൽ നിർബന്ധ ബാധ്യതയായിട്ടുള്ളത് കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. അതിന് കീഴിൽ വിശദീകരിക്കുന്ന കാര്യങ്ങളിൽ ഭൂരിഭാഗവും ഒരാൾ മുസ്ലിം ആയിരിക്കുവാൻ നിർബന്ധമായും പാലിക്കേണ്ടുന്ന ബാധ്യതകളെക്കുറിച്ചാണ്. ദീനിലെ മുഴുവൻ നിർബന്ധ കടമകളും അവയുടെ ശർഈയായ വ്യവസ്ഥകളോടുകൂടി നിർവഹിക്കുക, ദീനിലെ എല്ലാ വാജിബാത്തുകളും എല്ലാ ഫർളുകളും അനുഷ്ഠിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ആവശ്യമായ ആരാധനകളുടെ വശത്ത് വരുന്നതും അതേപോലെ തന്നെ മനുഷ്യരും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതും ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിൽ നൽകപ്പെട്ടിട്ടുള്ള മനുഷ്യർക്കിടയിലുള്ള ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലെ നിർബന്ധ ബാധ്യതകൾ അത് നിർവഹിക്കുക എന്നത് ഒരു ജമാഅത്ത് അംഗത്തിൻ്റെ ഉത്തരവാദിത്തമായിരിക്കും. രണ്ടാമത്തത് മഹാപാപങ്ങൾ എന്ന നിലക്ക് നിർണയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടകന്നു നിൽക്കുക. താൽക്കാലികമായ എന്തെങ്കിലും ശ്രദ്ധക്കുറവ് കൊണ്ടോ മനോവികാരങ്ങൾക്ക് അടിപ്പെട്ടുകൊണ്ടോ അങ്ങനെ വല്ല മഹാപാപവും ജീവിതത്തിൽ എപ്പോഴെങ്കിലും സംഭവിച്ചു പോയാൽ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നതും ബാധ്യതയായി നിശ്ചയിച്ചിരിക്കുന്നു. 3ഉം 4ഉം അതുപോലെ തന്നെ 5ഉം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരാളുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട ബാധ്യതയെ കുറിക്കുന്ന കാര്യങ്ങളാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരാൾ ജമാഅത്ത് അംഗത്വത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നിലവിൽ അയാളുടെ വരുമാന മാർഗം ഹറാമായ വരുമാന മാർഗമാണെങ്കിൽ
ഒരു മടിയും കൂടാതെ ആ ഹറാമായ വരുമാന മാർഗത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള, അതിൻ്റെ മേൽ എന്ത് അപകടങ്ങൾ സംഭവിക്കുമെന്ന പേടിയുണ്ടെങ്കിലും അതൊന്നും പരിഗണിക്കാതെ ആ ഹറാമായ സമ്പാദ്യ മാർഗത്തിൽ നിന്ന്, വരുമാന മാർഗത്തിൽ നിന്ന് പിൻവാങ്ങാൻ സന്നദ്ധമാവുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇനി ഒരാൾ ജമാഅത്ത് അംഗത്വത്തിലേക്ക് വരുമ്പോൾ നിഷിദ്ധമായ മാർഗേണ സമ്പാദിച്ച വല്ലതും അയാളുടെ കൈവശം ഉണ്ടെങ്കിൽ അത് കൈയൊഴിക്കാൻ സന്നദ്ധമാവുക. ഹറാമായത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണോ ഹറാമായ മാർഗത്തിൽ സമ്പാദിച്ചത് അത്രയും സമ്പാദ്യം തൻ്റെ സമ്പത്തിൽ നിന്ന് ഒഴിവാക്കാൻ അയാൾ സന്നദ്ധമാവുക. അത് പ്രത്യേകിച്ചും ആരുടെയെങ്കിലും അന്യായമായി അപഹരിച്ചതാണെങ്കിൽ അത് ആരിൽ നിന്നാണോ അപഹരിക്കപ്പെട്ടത് അവർക്കത് തിരിച്ചു കൊടുക്കുക. അങ്ങനെ തിരിച്ചു കൊടുക്കേണ്ടുന്ന ആളുകളെയോ തിരിച്ചു കൊടുക്കേണ്ടുന്ന അളവോ ഒന്നും അറിയില്ല എങ്കിൽ പരമാവധി പരിശ്രമിച്ച് സാധ്യമാകുന്ന അളവിൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട അത്തരം ബാധ്യതകൾ തീർക്കാനുള്ള ശ്രമം നടത്തുക. ബാക്കി അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ച് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയും ചെയ്യുക. ഹറാമായി സമ്പാദിച്ചത് അല്ലെങ്കിൽ അപഹരിച്ചെടുത്തതിൻ്റെ അളവറിയുകയും അത് ആർക്കാണ് തിരിച്ചു കൊടുക്കേണ്ടത് എന്നറിയാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് തന്നിൽ നിന്ന് ആ ഹറാമായ ധനം ഒഴിവാക്കി അത് സ്വതക്കയായി ചാരിറ്റി പ്രവർത്തനങ്ങളിൽ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ, നിർബന്ധ ബാധ്യതകൾ നിശ്ചയിച്ചിടത്ത് 3 കാര്യങ്ങൾ ആ ഒരു സ്വഭാവത്തിലുള്ള കാര്യങ്ങളാണ്. 3 പോയിന്റുകൾ സാമാന്യം വിശദമായി ഒരാളുടെ തെറ്റായ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട് ഉള്ള മാർഗനിർദ്ദേശങ്ങളാണ് എന്ന് കാണാൻ പറ്റുന്നതാണ്. 6ാമത്തെ കാര്യം, ഭരണകൂടത്തിൽ ഏതെങ്കിലും ഉദ്യോഗം വരിക്കുകയോ അതിൻ്റെ നീതിന്യായ വ്യവസ്ഥയിൽ ന്യായാധിപ സ്ഥാനം വഹിക്കുകയോ ഏതെങ്കിലും നിയമനിർമ്മാണ സഭയിൽ അംഗമായിരിക്കുകയോ ആണെങ്കിൽ സത്യത്തിനും നീതിക്കും വിരുദ്ധമായ യാതൊന്നും പ്രവർത്തിക്കാതിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു ജമാഅത്ത് അംഗത്തിന് ഭരണകൂടത്തിൽ ഏതെങ്കിലും ഉദ്യോഗം വരിക്കുന്നതിനോ ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയിൽ ന്യായാധിപ സ്ഥാനം അടക്കം വഹിക്കുകയോ നിയമനിർമ്മാണ സഭയിൽ അംഗമായിരിക്കുകയോ ചെയ്യുന്നതിനൊന്നും തടസ്സമില്ല. അത്തരം ഉദ്യോഗങ്ങൾ വഹിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ അവിടെ അയാൾ ഇസ്ലാമികമായ മര്യാദകൾ, ഇസ്ലാമികമായ മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് സത്യത്തിനും നീതിക്കും വിരുദ്ധമായ യാതൊന്നും ചെയ്യുന്നില്ല എന്നുറപ്പുവരുത്തി പ്രവർത്തിക്കൽ അയാളുടെ ബാധ്യതയായിരിക്കും എന്നതാണ് നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നീട് ഭരണഘടനയിൽ വിശദീകരിച്ചിട്ടുള്ള താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക. പ്രത്യേകിച്ചും 3-4 ഖണ്ഡികകളിൽ വ്യക്തമാക്കപ്പെട്ട ആദർശ ലക്ഷ്യങ്ങളിലേക്ക് അള്ളാഹുവിൻ്റെ അടിമകളെ തൻ്റെ കഴിവും പ്രാപ്തിയും അനുസരിച്ച് ക്ഷണിക്കുക. ഈ ആദർശ ലക്ഷ്യങ്ങൾ അംഗീകരിക്കുന്നവരെ ഇഖാമത്തുദ്ദീനു വേണ്ടിയുള്ള സംഘടിത പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുക. ഇത് ജമാഅത്ത് അംഗത്തിൻ്റെ ഉത്തരവാദിത്തമായി അടിസ്ഥാനപരമായി ഭരണഘടനയിൽ നിശ്ചയിച്ചിട്ടുള്ള കാര്യമാണ്. താൻ അംഗീകരിക്കുകയും താൻ വിശ്വസിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശം, ഇസ്ലാമിൻ്റെ ലക്ഷ്യം, ഇതിൻ്റെ പ്രബോധന പ്രവർത്തനം നിർവഹിക്കുക. മുസ്ലിങ്ങളല്ലാത്ത ആളുകളിലേക്ക്, പ്രത്യേകിച്ചും അള്ളാഹുവിൻ്റെ അടിമത്തത്തിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിലും അല്ലാതെയും മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളിൽ അവരുടെ സംസ്കരണ പ്രവർത്തനം നടത്തുക. അവരുടെ ഇസ്ലാമികമായ ദൗത്യവും ബാധ്യതയും അവരെ ഓർമ്മിപ്പിക്കുക. എന്നിട്ട് ഇഖാമത്തുദ്ദീനിൻ്റെ മാർഗത്തിൽ അവരെ സംഘടിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുക എന്നത് ഒരു ജമാഅത്ത് അംഗത്തിൻ്റെ അടിസ്ഥാന ഉത്തരവാദിത്തമായിരിക്കും. അതിനുശേഷം ഖണ്ഡിക 9 വിശദീകരിക്കുന്നത് ഉദ്ദിഷ്ട മാനദണ്ഡം എന്ന തലക്കെട്ടിലാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖണ്ഡിക 8 പറഞ്ഞിട്ടുള്ളത് നിർബന്ധ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ്. അതേസമയത്ത് ഒരു ജമാഅത്ത് അംഗം ഉയർന്നു നിൽക്കണമെന്ന് ജമാഅത്തെ ഇസ്ലാമി എന്ന ഇസ്ലാമിക പ്രസ്ഥാനം ഉദ്ദേശിക്കുന്ന ഉന്നതമായ നിലവാരം, അത് നിർണയിക്കുന്ന മാനദണ്ഡങ്ങളാണ് വിശദീകരിക്കുന്നത്. ഈ കാര്യങ്ങൾ നിർബന്ധ സ്വഭാവത്തിൽ ഉള്ള കാര്യങ്ങളായിരിക്കുകയില്ല, മറിച്ച് അതിൽ ഭൂരിഭാഗവും ഐച്ഛിക സ്വഭാവത്തിൽ നിർവഹിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം അതിൻ്റെ ഒരു അംഗത്തിൽ നിന്ന് ഈ ഐച്ഛികമായ ഉത്തരവാദിത്തങ്ങൾ കൂടി നിർവഹിച്ചുകൊണ്ടുള്ള ഒരു ഉന്നത നിലവാരത്തിൽ
ഉള്ള ഒരാളെയാണ് ജമാഅത്തിലെ ഒരംഗം എന്നുള്ള നിലക്ക് ജമാഅത്ത് പ്രതീക്ഷിക്കുന്നത് എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ വിശദീകരിച്ചിട്ടുള്ള ഇസ്ലാമും ജാഹിലിയത്തും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുകയും അള്ളാഹു നിശ്ചയിച്ച പരിധികൾ മനസ്സിലാക്കുകയും ചെയ്യുക, അള്ളാഹുമായുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കുകയും അതിനായി നിർബന്ധ ഇബാദത്തുകൾക്ക് പുറമെ നഫ്ലുകളും അഥവാ സുന്നത്തുകളും ദിക്റുകളും ഖുർആൻ പാരായണത്തിലും മറ്റും പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യുക, എല്ലാ ഇടപാടുകളിലും തൻ്റെ വീക്ഷണം, മനോഭാവം, പ്രവർത്തനം എന്നിവ അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശത്തിന് അനുസൃതമായി രൂപപ്പെടുത്തുക, തൻ്റെ ജീവിത ലക്ഷ്യം, ഇഷ്ടം, മൂല്യങ്ങളുടെ മാനദണ്ഡം, കൂറ് തുടങ്ങിയവ ദൈവപ്രീതിക്കനുസൃതമായി ഉടച്ചു വാർക്കുക, സ്വാർത്ഥത, താൻ പോരിമ തുടങ്ങിയ ബിംബങ്ങളെ തകർത്ത് അള്ളാഹുവിൻ്റെ ആജ്ഞാനുവർത്തിയായി മാറുക. 4. ശരീഅത്ത് വിധികൾക്ക് വിരുദ്ധമായ എല്ലാ അനിസ്ലാമിക ആചാരങ്ങളിൽ നിന്നും ജീവിതത്തെ പരിശുദ്ധമാക്കുക. 5. ദേഹേച്ഛയുടെയും ഭൗതിക പൂജയുടെയും അടിസ്ഥാനത്തിലുള്ളതും ദീനിൽ തീരെ പ്രാധാന്യമില്ലാത്തതുമായ പക്ഷപാതങ്ങളിൽ നിന്നും അഭിരുചികളിൽ നിന്നും ഹൃദയത്തെയും അത്തരം പ്രവൃത്തികളിൽ നിന്നും ചർച്ചകളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും ജീവിതത്തെയും പരിശുദ്ധമാക്കുക. ഒരു ജമാഅത്ത് അംഗം എന്നുള്ള നിലക്ക് സൂക്ഷ്മമായി വായിച്ച് മനസ്സിലാക്കേണ്ടുന്ന പല കാര്യങ്ങളും ഇതുണ്ട്. ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ഒരു അംഗത്തെ ദേഹേച്ഛയുടെയും ഭൗതിക പൂജയുടെയും അടിസ്ഥാനത്തിലുള്ള പക്ഷപാതങ്ങളിൽ നിന്ന് വിലക്കുന്നു. അതേപോലെ തന്നെ സകല തരത്തിലുള്ള ജീർണതകളിൽ നിന്നും ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ആവശ്യപ്പെടുന്നു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അനാവശ്യമായ ചർച്ചകൾ, തർക്കങ്ങൾ എന്നിവയിൽ നിന്ന് ജീവിതത്തെ ശുദ്ധീകരിക്കുക എന്നത് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ ഒരു അംഗത്തിൻ്റെ ഉദ്ദിഷ്ട മാനദണ്ഡങ്ങളുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. 6ാമത്തെ ഒരു കാര്യം, ദുരാചാരികളും ദുർമാർഗികളും അള്ളാഹുവെ വിസ്മരിച്ചവരുമായ ജനങ്ങളോടും സ്നേഹസഹകരണ ബന്ധങ്ങൾ മുറിച്ചു കളയുകയും ദൈവഭക്തരായ സജ്ജനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക. സജ്ജനങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക അടിസ്ഥാനപരമായിട്ട്. അതേസമയത്ത് ദുർജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ അവരുടെ ദുഷ്പ്രവൃത്തികൾ നമ്മെ സ്വാധീനിക്കാതിരിക്കും വിധത്തിലും അവരുടെ ദുഷ്പ്രവൃത്തികൾക്ക് നമ്മുടെ പിന്തുണ കിട്ടുന്നില്ല എന്നുറപ്പുവരുത്തുന്ന വിധത്തിലും അവരുമായി ഉള്ള സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ, സഹകരണ ബന്ധങ്ങൾ മുറിക്കാൻ ഒരു ജമാഅത്ത് അംഗം ബാധ്യസ്ഥനാണ്. പക്ഷെ അതേ സമയത്ത് സവിശേഷമായി പറഞ്ഞിട്ടുള്ള അതേ സമയത്ത് പൊതു മാനുഷിക ബന്ധങ്ങൾ തുടരുന്നതിന് ഇത് തടസ്സമല്ല. മനുഷ്യർ എന്നുള്ള നിലക്കുള്ള അവരുമായിട്ടുള്ള സാമൂഹ്യ ബന്ധങ്ങൾ നീതിപൂർവ്വം നിലനിർത്തപ്പെടേണ്ടതാണ്. അതേ സമയത്ത് തെറ്റായ ചെയ്തികളിൽ നിന്ന് തികച്ചും വിട്ടുനിൽക്കുകയും ക്ഷമയോടും അതേപോലെ തന്നെ യുക്തിയോടും കൂടി അവരുടെ സംസ്കരണത്തിന് വേണ്ടി പ്രവർത്തിക്കുകയുമാണ് ചെയ്യേണ്ടത്. 7ാമത്തെ ഒരു കാര്യം, ദീനിൻ്റെ വിധിവിലക്കുകളിൽ നിഷ്ഠ പുലർത്തുകയും അത്യാവശ്യമുണ്ടെങ്കിൽ അല്ലാതെ ഇടപാടുകളുടെ തീർപ്പിനായി കോടതികളെ സമീപിക്കാതിരിക്കുകയും ചെയ്യുക. ഇത് വളരെ തത്വാധിഷ്ഠിതമായ ഒരു നിലപാടാണ്. നമ്മൾ നടത്തുന്ന, മനുഷ്യർക്കിടയിൽ നടത്തുന്ന വിവിധ ഇടപാടുകൾ അതിൽ പരമാവധി ദീനിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് ജമാഅത്ത് അംഗങ്ങൾ പെരുമാറേണ്ടത്. അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ ആരെങ്കിലുമായി വല്ല തർക്കങ്ങളും ഭിന്നിപ്പും ഒക്കെ ഉണ്ടാകുന്ന വേളയിൽ അത്തരം കാര്യങ്ങളിൽ തീർപ്പിനായി വളരെ അനിവാര്യമായ ഘട്ടങ്ങളിലല്ലാതെ കോടതികളെ സമീപിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതും ജമാഅത്ത് നിർദ്ദേശിക്കുന്ന കാര്യമാണ്. 8ാമത്തേത്, തൻ്റെ ഇടപാടുകൾ നീതിയുടെയും ന്യായത്തിൻ്റെയും ദൈവഭക്തിയുടെയും കറയറ്റ സത്യസന്ധതയുടെയും അടിസ്ഥാനത്തിൽ നിലനിർത്തുക. 9, തൻ്റെ അധ്വാന പരിശ്രമങ്ങളെല്ലാം ഇഖാമത്തുദ്ദീനാകുന്ന ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കുക. തൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷാൽ ആവശ്യങ്ങൾക്കുള്ളതൊഴിച്ച് പ്രസ്തുത ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് സഹായകമല്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും വിരമിക്കുക. ഏതൊക്കെ പ്രവർത്തനങ്ങളിലാണ് ഒരു ജമാഅത്ത് അംഗം ഇടപെടേണ്ടത്, മുഴുകേണ്ടത് എന്ന ചോദ്യത്തിൻ്റെ മറുപടി ഇഖാമത്തുദ്ദീനാകുന്ന ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒരു ജമാഅത്ത് അംഗം നിർബന്ധമായും ഇടപഴകിക്കൊണ്ടിരിക്കുക. ഇനി അതല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെ ഇടപെടാം, ഏതൊക്കെ ഇടപെടാട്ടുകൂടാ, ഏതിലൊക്കെ മുഴുകിക്കൂടാ എന്നതിൻ്റെ മാനദണ്ഡം ഹലാലായ കാര്യങ്ങളാണെങ്കിൽ കൂടി ഇഖാമത്തുദ്ദീൻ എന്ന ലക്ഷ്യത്തിന് സഹായകമാകുന്നതല്ലാത്ത എല്ലാ പ്രവൃത്തികളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള ജാഗ്രതയാണ് ഒരു ജമാഅത്ത് അംഗത്തിന് ഉണ്ടാകേണ്ടത്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഭരണഘടനയിലെ ഭാഗം 3 പാർട്ടി ഘടനയെക്കുറിച്ചുള്ളതാണ്. ഭരണഘടനയിലെ ഏറ്റവും സുദീർഘമായ ഭാഗമാണിത്. ഗണ്ണിക 10 മുതൽ ഗണ്ണിക 56 വരെ പാർട്ടി ഘടനയാണ്
വിശദീകരിക്കുന്നത്. ഖണ്ഡിക 10 അടിസ്ഥാനപരമായി പാർട്ടി ഘടനയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്ന കാര്യം, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൻ്റെ ഘടന ഷൂറ സ്വഭാവത്തിലുള്ളതായിരിക്കും. പാർട്ടി ഘടനയുടെ ഏറ്റവും ബേസിക്കായ സ്വഭാവം എന്ന് പറയുന്നത് അത് കൂടിയാലോചനയിൽ അധിഷ്ഠിതമായിരിക്കും, ഷൂറ അധിഷ്ഠിതമായിരിക്കും എന്നതാണ്. സംഘടനാപരമായി ജമാഅത്തിൻ്റെ പാർട്ടി ഘടന എന്ന് പറയുന്നത് കേന്ദ്ര ഘടന, ഹൽക്ക ഘടന, പ്രാദേശിക ഘടന ഇങ്ങനെയാണുള്ളത്. കേന്ദ്ര ഘടന എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ ബോഡിയാണ്. അതേപോലെ തന്നെ ഹൽക്ക ഘടന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റുകളിലുള്ള, സംസ്ഥാനങ്ങളിലുള്ള സംഘടനാ സംവിധാനമാണ്. പ്രാദേശിക ഘടന എന്ന് പറയുന്നത് യൂണിറ്റ് തലങ്ങളിൽ, ഓരോ പ്രദേശങ്ങളിലും യൂണിറ്റ് തലങ്ങളിലുള്ള സംഘടനാ സംവിധാനമാണ്. അതേസമയത്ത് ഇതാണ് ഭരണഘടനാപരമായി അടിസ്ഥാന ഘടനകൾ എന്ന് പറയുന്നത്. അതേസമയത്ത് ഇത് കൂടാതെ ആവശ്യമായ മേഖലകളിൽ ഘടകങ്ങൾ രൂപീകരിക്കാൻ ജമാഅത്ത് അമീറിന് അനുവാദം നൽകാവുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെ രൂപീകരിക്കാവുന്നതാണ്. ഇനി കേന്ദ്ര ഘടനയെക്കുറിച്ച് പറയുമ്പോൾ കേന്ദ്ര തലത്തിൽ 4 ഘടകങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് അടിസ്ഥാനപരമായിട്ട് ഉണ്ടാവുക. ഒന്ന് മജ്ലിസെ നുമായിന്ദഗാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന കേന്ദ്ര പ്രതിനിധി സഭ. 2 അമീറെ ജമാഅത്ത് അഥവാ ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര അമീർ. 3 കേന്ദ്ര മജ്ലിസ് ഷൂറ അഥവാ കേന്ദ്ര കൂടിയാലോചനാ സമിതി. 4 ഖയ്യിമെ ജമാഅത്ത്, ജമാഅത്തിൻ്റെ അഖിലേന്ത്യാ അല്ലെങ്കിൽ ദേശീയ സെക്രട്ടറി ജനറൽ. ഈ 4 ഘടകങ്ങളാണ് കേന്ദ്ര ഘടനയുടെ ഭാഗമായി ഉണ്ടാവുക. ഇത് ഓരോന്നും എങ്ങനെയാണ് നിലവിൽ വരിക, അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും, ഘടകങ്ങളിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും, ആ അംഗങ്ങൾ ആകാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ബോഡിയാണെങ്കിലും ഭാരവാഹിയാണെങ്കിലും അവരുടെ ഉത്തരവാദിത്തങ്ങൾ, അധികാരങ്ങൾ ഇവ എന്തൊക്കെയായിരിക്കും എന്നൊക്കെയാണ് തുടർന്നുള്ള ഭരണഘടനയിലെ ഖണ്ഡികകളിൽ വിശദീകരിച്ചിട്ടുള്ളത്. ആദ്യം മജ്ലിസെ നുമായിന്ദഗാനുമായി ബന്ധപ്പെട്ട് ഖണ്ഡിക 12 മുതൽ ഖണ്ഡിക 21 വരെ വിശദീകരിച്ചിരിക്കുന്നു. അതിൽ നുമായിന്ദഗാൻ്റെ കേന്ദ്ര പ്രതിനിധി സഭയുടെ രൂപീകരണം എങ്ങനെയായിരിക്കും എന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഖണ്ഡിക 13 അതിലേക്ക് പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പിൻ്റെ രീതി വിശദീകരിച്ചിരിക്കുന്നു. ഖണ്ഡിക 14 അങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലവിലുള്ള അമീർ, ഖയ്യിം ഇവരുടെ സ്റ്റാറ്റസ് എങ്ങനെയാണ് പരിഗണിക്കേണ്ടത് എന്നത് വിശദീകരിച്ചിരിക്കുന്നു. ഖണ്ഡിക 15 അംഗത്വത്തിന് ആവശ്യമായ ഗുണങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. അംഗത്വത്തിന് ആവശ്യമായ ഗുണങ്ങൾ അല്ലെങ്കിൽ ഭാരവാഹിത്വത്തിന് ആവശ്യമായ ഗുണങ്ങൾ ഓരോ ഘടനയിലും വിശദീകരിക്കുമ്പോൾ ഏതാണ്ട് സമാനമായ കാര്യങ്ങൾ തന്നെയാണ് വിശദീകരിച്ചിട്ടുള്ളത്. 2 പോയിന്റുകളിലാണ് അത് ഊന്നുന്നത്. ഒന്നാമത്തെ പോയിന്റ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഘടകങ്ങളിലേക്കോ ഭാരവാഹിത്വത്തിലേക്കോ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ ആ സ്ഥാനം ആഗ്രഹിക്കുന്ന ആളാവാൻ പാടില്ല എന്നതാണ് ഒന്നാമത്തെ യോഗ്യത. രണ്ടാമത്തത്, ധാർമ്മികവും ദീനീ വിജ്ഞാനവും ഒക്കെയായി ബന്ധപ്പെട്ട, സദാചാരപരവുമായി ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ക്വാളിറ്റികളിൽ അയാൾ താരതമ്യേന അതത് ബോഡികളിൽ മികവ് പുലർത്തുന്ന ആളായിരിക്കുക എന്നതുമാണ് അടിസ്ഥാന യോഗ്യതകളായി, ഗുണങ്ങളായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. പ്രതിനിധി സഭയുടെ പ്രവർത്തനകാലം എത്രയായിരിക്കും എന്ന് വിശദീകരിക്കുന്നതാണ് ഖണ്ഡിക 16. ഒരു കേന്ദ്ര പ്രതിനിധി സഭയുടെ തെരഞ്ഞെടുപ്പ് 4 കൊല്ലത്തേക്കായിരിക്കും. ഏറ്റവും കൂടുതൽ അധികാരങ്ങളുള്ള ഒരു ബോഡിയാണ് കേന്ദ്ര പ്രതിനിധി സഭ എന്ന് പറയുന്നത്. അതിൻ്റെ അധികാരങ്ങൾ അക്കമിട്ട് ഖണ്ഡിക 17 വിശദീകരിച്ചിരിക്കുന്നു. ജമാഅത്ത് അമീറിനെ തെരഞ്ഞെടുക്കുക, ഒഴിവാക്കുക, ജമാഅത്ത് അമീറിൻ്റെ രാജി സംബന്ധിച്ച് തീരുമാനമെടുക്കുക, കേന്ദ്ര മജ്ലിസ് ഷൂറയെയോ അതിലെ ഏതെങ്കിലും അംഗത്തെയോ തെരഞ്ഞെടുക്കുകയും ഒഴിവാക്കുകയും ചെയ്യുക, ജമാഅത്ത് അമീറും കേന്ദ്ര മജ്ലിസ് ഷൂറയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ തീരുമാനമെടുക്കുക, ജമാഅത്തിൻ്റെ ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് സംബന്ധിച്ച് കേന്ദ്ര മജ്ലിസ് ഷൂറ ശുപാർശ ചെയ്താൽ അതിൽ തീരുമാനമെടുക്കുക, മീഖാത്തി ചതുർവർഷ പ്രോഗ്രാമിൻ്റെ വെളിച്ചത്തിൽ 2 വർഷത്തിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക തുടങ്ങിയ അധികാരങ്ങളാണ് കേന്ദ്ര മജ്ലിസ് ഷൂറയിൽ നിക്ഷിപ്തമായിട്ടുള്ളത്.
പിന്നീട് കേന്ദ്ര മജ്ലിസ് ഷൂറ യോഗം ചേരേണ്ടുന്ന അനിവാര്യമായ ഇടവേളകളും ആ യോഗത്തിനാവശ്യമായ കോറവും ആ യോഗത്തിൽ തീരുമാനമെടുക്കുന്ന രീതിയും, പ്രതിനിധി സഭയിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഐക്യകണ്ഠേനയാവാൻ ശ്രമിക്കുന്നതാണ്. ഇങ്ങനെ അല്ലാതെ വരുമ്പോൾ ഭൂരിപക്ഷാഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. ഏതെങ്കിലും പ്രശ്നത്തിൽ സമമായി ഇരുപക്ഷവും ഉണ്ടായാൽ, വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നാൽ സഭാധ്യക്ഷൻ അഥവാ ജമാഅത്ത് അമീറിൻ്റെ അഭിപ്രായം ഉൾക്കൊള്ളുന്ന അഭിപ്രായം അനുസരിച്ചായിരിക്കും തീരുമാനമെടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിരിക്കുന്നു. രണ്ടാമത്, ജമാഅത്ത് അമീറിനെ കുറിച്ചുള്ള അതിൻ്റെ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ യോഗ്യതകൾ, ജമാഅത്ത് അമീറിൻ്റെ അധികാരങ്ങൾ, ബാധ്യതകൾ എന്നിവയെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ് ഗണ്ണിക 22 മുതൽ ഗണ്ണിക 28 വരെ ഉള്ളത്. അപ്പോൾ അതിൽ ജമാഅത്ത് അമീറിൻ്റെ പദവിയെക്കുറിച്ചാണ് ഒന്നാമത്തത്. ഇമാറത്തിനാവശ്യമായ ഗുണങ്ങൾ ഗണ്ണിക 23, തെരഞ്ഞെടുപ്പ് രീതി ഗണ്ണിക 24. ജമാഅത്ത് അമീറിനെ തെരഞ്ഞെടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ പ്രതിനിധി സഭ ആയിരിക്കും എന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒരു വ്യക്തിയെ തന്നെ വീണ്ടും വീണ്ടും ഇമാറത്തിന് തിരഞ്ഞെടുക്കാവുന്നതാണ് എന്ന് ഭരണഘടന രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ പ്രവർത്തനകാലം നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രകാരം പ്രതിനിധി സഭയുടെ പ്രവർത്തനകാലം 4 വർഷമായിരിക്കും. തിരഞ്ഞെടുക്കപ്പെടുന്ന ജമാഅത്ത് അമീറിൻ്റെ പ്രവർത്തനകാലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത അമീർ തിരഞ്ഞെടുക്കപ്പെടുന്നത് വരെ എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത അമീർ 4 വർഷത്തെ കാലപരിധിയുള്ള പ്രതിനിധി സഭയുടെ ഉത്തരവാദിത്വത്തിൽ ആണ് അടുത്ത അമീറിനെ തിരഞ്ഞെടുക്കുക എന്നത് വരിക. അത് അധികം കാലതാമസമില്ലാതെ ആണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന കാര്യങ്ങൾ നുമായിന്ദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചതിൽ പറഞ്ഞിട്ടുണ്ട്. ജമാഅത്ത് അമീറിൻ്റെ കർത്തവ്യങ്ങളും അധികാരങ്ങളുമാണ് ഗണ്ണിക 28 സാമാന്യം വിശദമായിട്ട് പറയുന്നത്. ആദ്യം കർത്തവ്യങ്ങളും പിന്നീട് അധികാരങ്ങളും ആണ് പറയുന്നത്. ഏതാണ്ട് ജമാഅത്തെ ഇസ്ലാമിയെ അതിൻ്റെ ഭരണഘടന അനുസരിച്ച് എല്ലാ തലത്തിലും നയിക്കുക എന്നതാണ് ആത്യന്തികമായി ജമാഅത്ത് അമീറിൻ്റെ കർത്തവ്യമായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു അധികാര പരിധിയായിട്ടും ഒക്കെ വരിക. പിന്നീട് കേന്ദ്ര മജ്ലിസ് ഷൂറ, അതിൻ്റെ സ്വഭാവം, അതിൻ്റെ രൂപീകരണം, അതിൽ അംഗത്വത്തിനാവശ്യമായ ഗുണങ്ങൾ, അതിൻ്റെ പ്രവർത്തനകാലം, അത് യോഗം ചേരേണ്ടുന്ന കാലദൈർഘ്യം, അതിൻ്റെ കോറം, അതിൻ്റെ യോഗങ്ങളുടെ നടപടിക്രമങ്ങൾ, അതിലെ തീരുമാന രീതി തുടങ്ങിയവയൊക്കെ വിശദീകരിച്ചിരിക്കുന്നു. ഷൂറ അംഗങ്ങളല്ലാത്തവരുടെ സാന്നിധ്യം മജ്ലിസ് ഷൂറയിൽ അമീറിൻ്റെ അനുമതി പ്രകാരം അല്ലെങ്കിൽ അമീർ ക്ഷണിക്കുന്നതനുസരിച്ച് ആകാവുന്നതാണ് എന്നതും ഗണ്ണിക 40 വിശദീകരിച്ചിരിക്കുന്നു. 4ാമത്തെ ഘടകം, കേന്ദ്ര ഘടനയിൽ 4ാമത്തെ ഘടകം ഖയ്യിമെ ജമാഅത്താണ്. നേരത്തെ ഉള്ളതിൽ നിന്ന് ഒക്കെ വ്യത്യസ്തമായി നേരത്തെയുള്ള 3 ഘടനകൾ അല്ലെങ്കിൽ 3 ഘടകങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഉണ്ടായി വരുന്നത്. അതേസമയത്ത് ഖയ്യിമെ ജമാഅത്ത് നിയമനമാണ്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന് ഒരു ഖയ്യിം ഉണ്ടായിരിക്കും, അദ്ദേഹത്തെ അമീറെ ജമാഅത്ത് നിയമിക്കുന്നതാണ്. അതേപോലെ തന്നെ ഖയ്യിമെ ജമാഅത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി മുആവിൻ ഖയ്യിമുമാരെ അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെക്രട്ടറിമാരെ കേന്ദ്ര മജ്ലിസ് ഷൂറയുമായി ആലോചിച്ച് അമീറെ ജമാഅത്തിന് നിയമിക്കാൻ അധികാരമുണ്ടായിരിക്കും. ഖയ്യിം ജമാഅത്തിന് ബാധകമായ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ കർത്തവ്യങ്ങൾ ആണ് ഗണ്ണിക 43 വിശദീകരിച്ചിട്ടുള്ളത്. ഗണ്ണിക 44 തൻ്റെ കർത്തവ്യങ്ങൾ അമീറിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി ആണ് ഖയ്യിമെ ജമാഅത്ത് നിർവഹിക്കേണ്ടത്. ഈ വിഷയത്തിൽ അദ്ദേഹം അമീറെ ജമാഅത്തിൻ്റെ മുമ്പിൽ ഉത്തരവാദിയായിരിക്കും. അഥവാ ഖയ്യിമെ ജമാഅത്ത് സ്വതന്ത്ര അധികാരമുള്ള ഒരു പദവിയല്ല, അല്ലെങ്കിൽ ഒരു ഭാരവാഹിത്വമല്ല. അത് അമീർ നിയമിക്കുന്ന അമീറിന് മുമ്പിൽ ഉത്തരവാദിത്തം ബോധിപ്പിക്കേണ്ടുന്ന ഒരു പൊസിഷനായിട്ടാണ് ഭരണഘടന അടയാളപ്പെടുത്തിയിട്ടുള്ളത്.
ഇനി ഹൽക്ക ഘടനയെ കുറിച്ചാണ് പിന്നീട് പറയുന്നത്. ഗണ്ണിക 45 മുതൽ ഹൽക്ക ഘടന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജമാഅത്തിൻ്റെ സംസ്ഥാന ഘടകങ്ങളാണ്, സ്റ്റേറ്റ് ഘടകങ്ങളാണ്. ഗണ്ണിക 45 മുതൽ 51 വരെ ആ ഹൽക്ക ഘടകങ്ങൾ നിലവിൽ വരേണ്ടുന്നതിൻ്റെ രീതിയെക്കുറിച്ച്, ഹൽക്ക അമീറിനെ കുറിച്ച് ഒക്കെയുള്ള കാര്യങ്ങളാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹൽക്ക അമീർമാരെ കേന്ദ്ര അമീറിനെ തിരഞ്ഞെടുക്കുന്നത് പോലെ തിരഞ്ഞെടുക്കുന്നതല്ല, മറിച്ച് സംസ്ഥാന ശൂറയുമായി കൂടിയാലോചിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്നല്ല, ഒരു സംസ്ഥാനത്തെ മുഴുവൻ ജമാഅത്ത് അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ ആരാഞ്ഞതിന് ശേഷം അതിൻ്റെ കൂടി വെളിച്ചത്തിൽ കേന്ദ്ര ജമാഅത്ത് അമീർ നിയമനം നടത്തുകയാണ് ചെയ്യുക ഹൽക്ക അമീർമാരെ. ഹൽക്ക ഇമാറത്തിന് ആവശ്യമായ ഗുണങ്ങൾ, ഹൽക്ക അമീറിന് സഹായമായി വർത്തിക്കുന്ന മജ്ലിസ് ഷൂറ എന്നിവയുടെ പ്രവർത്തന രീതികളും ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും ഒക്കെയും തുടർന്ന് വിശദീകരിച്ചിരിക്കുന്നു. ജമാഅത്തിൻ്റെ ഘടനകളിൽ അടിസ്ഥാനപരമായ മൂന്നാമത്തെ ഘടന അഥവാ ഭരണഘടനയനുസരിച്ച് കേന്ദ്രഘടനയും സംസ്ഥാന ഹൽക്ക ഘടനയും കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഘടന പ്രാദേശിക ജമാഅത്തുകൾ എന്ന ഘടനയാണ്. അഥവാ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഒന്നിലധികം ജമാഅത്ത് അംഗങ്ങളുണ്ടെങ്കിൽ അവിടെ ജമാഅത്തിൻ്റെ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ പ്രാദേശിക ജമാഅത്ത് എന്ന പേരിൽ ഒരു യൂണിറ്റ് സ്ഥാപിക്കപ്പെടുന്നതാണ്. ആ പ്രാദേശിക ജമാഅത്തിൻ്റെ ഒരു അമീർ ഉണ്ടായിരിക്കും. ആ അമീറിനെ കേന്ദ്ര അമീർ നിയമിക്കുന്നതായിരിക്കും. കേന്ദ്ര അമീറുമായിട്ടായിരിക്കും ഈ പ്രാദേശിക ജമാഅത്തിൻ്റെ നേരിട്ടുള്ള ബന്ധം. അതേസമയത്ത് പ്രവർത്തന സൗകര്യവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര അമീറാണ് പ്രാദേശിക ജമാഅത്ത് അമീറിനെ നിയമിക്കുക. അതേസമയത്ത് പ്രവർത്തനങ്ങളിൽ പ്രാദേശിക ജമാഅത്ത് അമീർ റിപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉത്തരവാദിത്വം ബോധിപ്പിക്കേണ്ടത് സംസ്ഥാന ഹൽക്ക അമീറിനോടാണ്. തുടങ്ങിയ കാര്യങ്ങൾ ആണ് ഗണ്ണിക 52 മുതൽ 56 വരെ പ്രാദേശിക ജമാഅത്തുകളുടെ ഘടനയെക്കുറിച്ച് ഭരണഘടനയിൽ പരാമർശിച്ചിട്ടുള്ളത്. ഭാഗം 4 ജമാഅത്തിൻ്റെ ധനകാര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. 57 മുതൽ 63 വരെയുള്ള ഗണ്ണികകളിൽ ജമാഅത്തിൻ്റെ ധനകാര്യമാണ് വിശദീകരിച്ചിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജമാഅത്തിൻ്റെ ബൈത്തുൽ മാൽ സംവിധാനമാണ്. ജമാഅത്തിന് നേരത്തെ ജമാഅത്തിൻ്റെ ഘടനകൾ വിശദീകരിച്ച അതേ പാറ്റേണിൽ കേന്ദ്രതലത്തിൽ ഒരു ബൈത്തുൽ മാലും ഹൽക്ക തലത്തിൽ ബൈത്തുൽ മാലും പ്രാദേശിക തലത്തിൽ ബൈത്തുൽ മാലും ഉണ്ടായിരിക്കും. അതത് ബൈത്തുൽ മാലിൻ്റെ ചുമതല, ഉത്തരവാദിത്തം, ആ ബൈത്തുൽ മാല് ചെലവഴിക്കുന്നതും അതിലേക്ക് ഫണ്ട് ശേഖരണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തം അതത് അമീറുമാർക്കായിരിക്കും. അതേസമയത്ത് കേന്ദ്ര അമീറിന് ആവശ്യമെങ്കിൽ ഹൽക്ക ബൈത്തുൽ മാലിനെയോ പ്രാദേശിക ബൈത്തുൽ മാലിനെയോ മറ്റ് ബൈത്തുൽ മാലുകളിലേക്ക് ലയിപ്പിക്കാനുള്ള, കൂട്ടിച്ചേർക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും എന്നും പ്രത്യേകം നിശ്ചയിച്ചിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ബൈത്തുൽ മാലിൻ്റെ റിസോഴ്സുകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇതിൽ വിശദീകരിക്കുന്നു. ബൈത്തുൽ മാലിലേക്ക് വരിസംഖ്യയായി ഓരോ ജമാഅത്ത് പ്രവർത്തകനും നിശ്ചയിക്കപ്പെട്ട തുക മാസാന്തം ജമാഅത്ത് ബൈത്തുൽ മാലിലേക്ക് ഉള്ള ഒരു റിസോഴ്സ് ആയിരിക്കും. അതോടൊപ്പം ജമാഅത്ത് അംഗങ്ങളുടെ സക്കാത്തും ഒഷ്റും, ഒഷ്റ് എന്നതുകൊണ്ട് ഭരണഘടനയിൽ പറഞ്ഞ ഒഷ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർഷിക ഉൽപ്പന്നങ്ങളുടെ സക്കാത്താണ്. അപ്പോൾ മൊത്തത്തിൽ ജമാഅത്ത് പ്രവർത്തകരുടെ എല്ലാ തരം സമ്പത്തുക്കളുടെയും സക്കാത്ത് അടക്കേണ്ടത് ജമാഅത്തിൻ്റെ ബൈത്തുൽ മാലിലാണ്. അതെങ്ങനെയാണ് അടച്ച് കൈകാര്യം ചെയ്യപ്പെടേണ്ടത് എന്നത് ജമാഅത്തെ ഇസ്ലാമി അതത് കാലങ്ങളിൽ അതിൻ്റെ ഷൂറ തീരുമാനമനുസരിച്ച് മാർഗനിർദ്ദേശം നൽകുകയാണ് ചെയ്യുക. നിലവിൽ ജമാഅത്തിൻ്റെ നിലവിലുള്ള മീഖാത്തിലെ ജമാഅത്ത് സംഘടനാ മാർഗരേഖയനുസരിച്ച് ഒരു ജമാഅത്ത് അംഗം അയാളുടെ സക്കാത്തിൻ്റെ 30% വ്യക്തിപരമായി അതിൻ്റെ അവകാശികൾക്ക് കുടുംബത്തിലോ അയൽപ്പക്കത്തോ ഒക്കെ ചെലവഴിക്കാൻ അയാൾക്ക് അനുവാദം നൽകിയിട്ടുണ്ട്. ബാക്കി 70% തൻ്റെ പ്രാദേശിക ഘടകത്തിൽ ബൈത്തുൽ മാലിൽ അടക്കുകയും അവിടെ നിന്ന് പ്രാദേശിക ജമാഅത്ത്
അല്ലെങ്കിൽ ഹൽക്ക യൂണിറ്റ് അതിൻ്റെ പകുതി നാട്ടിൽ ഉള്ള ലോക്കൽ സക്കാത്ത് സംവിധാനം വഴിയോ ഹൽക്ക വഴിയോ സക്കാത്ത് അവകാശികളിൽ വിതരണം ചെയ്യുകയും ബാക്കി വരുന്ന 35% കേന്ദ്ര ബൈത്തുൽ മാലിലേക്ക് അടക്കുകയുമാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാണ് ജമാഅത്ത് അംഗങ്ങൾ, ജമാഅത്ത് പ്രവർത്തകർ അവരുടെ സക്കാത്ത് വിനിയോഗിക്കേണ്ടത് അല്ലെങ്കിൽ സക്കാത്ത് കൊടുത്തു വീട്ടേണ്ടത് എന്നതാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ജമാഅത്ത് ബൈത്തുൽ മാലിലെ ഒരു റിസോഴ്സ് ആയിരിക്കും, അതിലേക്ക് ഉള്ള വിഭവശേഖരണത്തിൻ്റെ ഒരു മാർഗമായിരിക്കും ജമാഅത്ത് പ്രവർത്തകരുടെ സക്കാത്ത് എന്നതാണ് ഭരണഘടനയിൽ ജമാഅത്തെ ഇസ്ലാമി നിശ്ചയിച്ചിട്ടുള്ളത്. അവസാന ഭാഗം, ഭരണഘടനയുടെ ഭാഗം 5 പലവക എന്ന തലക്കെട്ടിൽ ഗണ്ണിക 64 മുതൽ 75 വരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഒഴിവ് വരുന്ന സ്ഥാനങ്ങൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, താൽക്കാലികമായി അതിനെന്ത് സംവിധാനമാണ് കാണേണ്ടത്, സ്ഥായിയായി ഭരണഘടനയിൽ നിശ്ചയിച്ചത് പ്രകാരം അത് ഫില്ല് ചെയ്യപ്പെടുന്നതാണ്. രാജിക്കാര്യങ്ങളിൽ എങ്ങനെയാണ് തീരുമാനമെടുക്കേണ്ടത്, ഏതെങ്കിലും പോസ്റ്റുകളിൽ നിന്ന്, ഭാരവാഹിത്വത്തിൽ നിന്ന് രാജിയുണ്ടായാൽ അതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, പിരിച്ചുവിടൽ എങ്ങനെയാണ് നടക്കുക, സംഘടനയിൽ നിന്ന് പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അത് ഭരണഘടനയിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരാളെ ജമാഅത്ത് അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ അനുവാദമുള്ളത് എന്നത് ഭരണഘടന നിശ്ചയിച്ചിട്ടുണ്ട്. ഭരണഘടനയിലെ 6-ാം ഖണ്ഡികയിൽ നിന്ന് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വ്യതിചലിക്കുക, 8-ാം ഖണ്ഡികയുടെ ഏതെങ്കിലും ഒരു വകുപ്പ് ലംഘിക്കുകയും ആ ലംഘനത്തിൽ നിന്ന് വിരമിക്കാതിരിക്കുകയും ചെയ്യുക, ജമാഅത്തിൻ്റെ നിശ്ചിത നയത്തിൽ നിന്ന് വ്യതിചലിക്കുക, ജമാഅത്ത് വ്യവസ്ഥക്കോ അതിൻ്റെ ധാർമ്മികവും ദീനീയമായ നിലപാടിനോ നഷ്ടമേൽപ്പിക്കുന്ന നയം കൈക്കൊള്ളുക, ജമാഅത്ത് പ്രവർത്തനങ്ങളിൽ തനിക്കിപ്പോൾ യാതൊരു താല്പര്യവും അവശേഷിക്കുന്നില്ലെന്ന് തൻ്റെ കർമ്മരീതിയിൽ നിന്ന് പ്രകടമാവുക, ഇന്ത്യൻ യൂണിയനിലെ പൗരത്വം ഉപേക്ഷിക്കുക. ഈ കാരണങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് ഒരാളെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള അധികാരം ജമാഅത്ത് അമീറിനാണ്. പക്ഷേ ഈ കാരണങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ അടിസ്ഥാനമാക്കി മാത്രമാണ് അത്തരം പുറത്താക്കലുകൾക്ക് ന്യായമുള്ളൂ, നിർവാഹമുള്ളൂ എന്ന് വിശദീകരിച്ചിരിക്കുന്നു. ജമാഅത്തുകളെ തന്നെയും, ഈ അംഗങ്ങളെയല്ല, പ്രാദേശിക ജമാഅത്തുകളെ തന്നെയും സസ്പെൻഡ് ചെയ്യേണ്ടി വന്നാൽ അതിന് സ്വീകരിക്കേണ്ടുന്ന നടപടിക്രമം എന്താണ്? ജമാഅത്തിൽ നിയമചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം ആർക്കാണ് എന്നതാണ് ഗണ്ണിക 71 വിശദീകരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഈ ഭരണഘടനയുടെ ഉദ്ദേശം പൂർത്തീകരിക്കുന്നതിനും പ്രബോധന പ്രവർത്തനങ്ങൾ വ്യവസ്ഥപ്പെടുത്തുന്നതിനും ആവശ്യമാകുന്ന ഉപനിയമങ്ങൾ അമീറെ ജമാഅത്ത് തയ്യാറാക്കുന്നതായിരിക്കും. ഈ വിഷയത്തിൽ അദ്ദേഹം കേന്ദ്ര കൂടിയാലോചനാ അംഗങ്ങളുമായി കൂടിയാലോചിക്കുന്നതും കഴിവതും അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുന്നതുമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭരണഘടനയ്ക്ക് അടിസ്ഥാനപരമായി ഇതിലെ ചട്ടങ്ങൾക്ക് വിധേയമായി ഉപനിയമങ്ങൾ രൂപീകരിക്കാനുള്ള സ്വതന്ത്രമായ അവകാശം ജമാഅത്ത് അമീറിനുണ്ടായിരിക്കും. അതേസമയത്ത് ഗണ്ണിക 72 പറയുന്നത് ഭരണഘടനയുടെ വ്യാഖ്യാനത്തിനുള്ള അധികാരം ആർക്കാണ് എന്നതാണ്. അത് പ്രകാരം ഭരണഘടനയിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അതിൽ തീരുമാനം കൽപ്പിക്കാനുള്ള അധികാരം ജമാഅത്തിൻ്റെ കേന്ദ്ര മജ്ലിസ് ഷൂറക്കായിരിക്കും. അപ്പോൾ ഉപനിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം ജമാഅത്ത് അമീറിന് സ്വതന്ത്രമായുണ്ട്. അതേസമയത്ത് ഭരണഘടനയിലുള്ള അഭിപ്രായങ്ങൾ വ്യാഖ്യാനിക്കാനുള്ള അധികാരം ജമാഅത്ത് അമീറിനല്ല, അത് മജ്ലിസു ഷൂറക്കാണ്, കേന്ദ്ര കൂടിയാലോചനാ സമിതിക്കാണ്. ഇനി അതും കഴിച്ച് ഗണ്ണിക 73 പറയുന്നത് ഭരണഘടനാ ഭേദഗതി ആവശ്യമായി വന്നാൽ അതിൽ തീരുമാനമെടുക്കേണ്ടുന്ന ബോഡി അമീറെ ജമാഅത്തുമല്ല, മജ്ലിസു ഷൂറയുമല്ല, അത് കേന്ദ്ര പ്രതിനിധി സഭാംഗമാണ് ഭരണഘടനാ ഭേദഗതികൾ അംഗീകരിക്കേണ്ടത് എന്നും വ്യക്തമാക്കിയിരിക്കുന്നു. ഇങ്ങനെ ഏറ്റവും ഒടുവിൽ ഖണ്ഡിക 75 ജമാഅത്ത് ഭരണഘടനയിലെ ഏതെങ്കിലും ഒരു ഭേദഗതി സംബന്ധിച്ച് അത് ശാഖാപരമോ ഭാഷാപരമോ മാത്രമായ ഭേദഗതിയാണെന്ന് കേന്ദ്ര മജ്ലിസ് ഷൂറ അഭിപ്രായപ്പെടുന്ന പക്ഷം തൽസംബന്ധമായ പ്രതിനിധി സഭാംഗങ്ങളുടെ ലിഖിത രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടും തീരുമാനമെടുക്കാവുന്നതാണ് എന്ന ഒരു ക്ലാരിഫിക്കേഷൻ സ്വഭാവത്തിലുള്ള ഒരു ഗണ്ണിക ചേർത്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ 5 പാർട്ടുകളിലായി 75 ആർട്ടിക്കിളുകളിലായിട്ടുള്ള
ഭരണഘടന അവസാനിക്കുന്നത്. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.